പ്രിയമുള്ളവരെ, ചാനലിന്റെ മറ്റൊരു വിഷയത്തിലേക്ക് നിങ്ങളെ സന്തോഷത്തോട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം മന്ത്രജപമാണ്. കുടുംബത്തിൽ സമാധാനവും ഐക്യവും ഉണ്ടാക്കുവാൻ ഈ മന്ത്രം നിങ്ങളെ സഹായിക്കും. മാത്രമല്ല, ഈ മന്ത്രത്തിന്റെ മറ്റു പ്രയോജനങ്ങൾ ഈ വീഡിയോസിൽ വിവരിക്കുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യജീവിതത്തിന് പ്രയോജനം നൽകുന്ന പല വിഷയങ്ങൾ ഞങ്ങൾ ഇതിനകം അവതരിപ്പിച്ചു. നിങ്ങളുടെ വിഷയം എന്തായാലും ഒരുപക്ഷേ അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് ഈ ചാനലിൽ കാണുവാൻ കഴിയും. ആദ്യം ഈ ചാനൽ കാണുന്നവരും നിലവിൽ സപ്പോർട്ട് ചെയ്തവരും നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള നേട്ടങ്ങൾക്ക് മന്ത്രങ്ങൾ ആയാലും സ്വിച്ച് വേർഡ്സ് ആയാലും ഈ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു അത് മനസ്സിലാക്കി ജപിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് മാത്രം തിരഞ്ഞു എടുത്തു ഞങ്ങൾ പറഞ്ഞിരിക്കുന്നതുപോലെ ജപിച്ചു നോക്കുക. പ്രശ്നങ്ങൾ എന്തായാലും നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചു മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇന്നത്തെ മന്ത്രം ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ച സ്വാഹ എന്ന മന്ത്രം ഗുരുവായും ജ്ഞാനത്തിന്റെ മൂർത്തിഭാവമായും ആരാധിക്കപ്പെടുന്ന ശിവന്റെ ഒരു രൂപമായ ഭഗവാൻ ദക്ഷിണാമൂർത്തിയോടുള്ള പ്രാർത്ഥനയാണ്. ഇത് ഇങ്ങനെയാണ് വിവർത്തനം ചെയ്യുന്നത്: ഓം ദിവ്യനായ ഭഗവാൻ ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം. ഓ ഭഗവാനെ, എനിക്ക് ബുദ്ധി, ജ്ഞാനം, വിവേകം എന്നിവ നൽകണമേ. ഈ മന്ത്രം പതിവായി ജപിച്ചാൽ ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കുന്നതാണ്. ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രോബ്ലംസ്, കുടുംബത്തിലെ മറ്റു സമാധാനക്കേട് ഇവ മാറ്റി നൽകുന്നതാണ്. കൂടാതെ ഈ മന്ത്രം ജപിച്ചാൽ ചിന്തയുടെ വ്യക്തത പ്രോത്സാഹിപ്പിക്കുന്നതിനും ഓർമ്മ നിലനിർത്തൽ മെച്ചപ്പെടുത്തുന്നതിനും ധാരണയെ ആഴത്തിലാക്കുന്നതിനും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദക്ഷിണാമൂർത്തിയെ ആവാഹിക്കുന്നതിലൂടെ മന്ത്രം ആത്മീയ കാര്യങ്ങൾക്ക് സഹായിക്കുകയും വ്യക്തികൾക്ക് അവരുടെ സ്വന്തം ആത്മീയ യാത്രയിൽ ആഴത്തിലുള്ള ഉൾക്കാഴ്ച നേടാൻ സഹായിക്കുകയും ചെയ്യും. കൂടാതെ വിദ്യാർത്ഥികളും പണ്ഡിതന്മാരും പലപ്പോഴും അക്കാദമിക് വിജയത്തിനും മെച്ചപ്പെട്ട പഠന കഴിവുകൾക്കും മാർഗനിർദ്ദേശവും അനുഗ്രഹവും തേടാൻ ഈ മന്ത്രം ഉപയോഗിക്കുന്നു. വ്യക്തികളുടെ ചിന്തയിൽ വ്യക്തത നേടാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്താനും മന്ത്രം സഹായിക്കും. മന്ത്രം ജപിക്കുന്നത് ദൈവവുമായുള്ള ബന്ധം വളർത്തിയെടുക്കുകയും സമാധാനവും മാർഗനിർദ്ദേശവും നൽകുകയും ചെയ്യും. കൂടാതെ ക്രമേണ മന്ത്രം ജപിക്കുന്നത് പോസിറ്റീവ് വ്യക്തിത്വ പരിവർത്തനത്തിന് കാരണമാകുകയും വ്യക്തികൾക്ക് അവരുടെ പൂർണ്ണ ശേഷി കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യും. മന്ത്രം നേരിട്ട് ദക്ഷിണാമൂർത്തിയെ അഭിസംബോധന ചെയ്യുന്നു. ജ്ഞാനം, ബുദ്ധി, ധാരണ എന്നിവയുടെ പ്രത്യേക അനുഗ്രഹങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ദക്ഷിണാമൂർത്തി പരമശിവന്റെ ഒരു ആദരണീയ രൂപമാണ്. അദ്ദേഹത്തെ ആത്യന്തിക ഗുരു ചിത്രീകരിച്ചിരിക്കുന്നു. ദക്ഷിണാമൂർത്തി എന്ന പേരിന്റെ അർത്ഥം തെക്ക് ദർശനമുള്ളവൻ എന്നാണ്. ഇത് ഹിന്ദു സംസ്കാരത്തിൽ പരമ്പരാഗതമായി അറിവും ജ്ഞാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ദിശയെ പ്രതീകപ്പെടുത്തുന്നു. ശിവന്റെ ഈ ദിവ്യരൂപം ശിഷ്യന്മാർക്ക് ആത്മീയ അറിവും പ്രബുദ്ധതയും നൽകുന്ന പരമോന്നത ഗുരുവായി ആരാധിക്കപ്പെടുന്നു. ദക്ഷിണാമൂർത്തിയെ പലപ്പോഴും ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ ധ്യാനനിരതനായ ഒരു ഭാവത്തിൽ, വലതുകാൽ ഇടതു തുടയിൽ ഒരു യോഗിയുടെ ഭാവത്തിൽ ഇരിക്കുന്ന ശാന്തനും യുവത്വമുള്ളവനുമായ ഒരു വ്യക്തിയായി ചിത്രീകരിച്ചിരിക്കുന്നു. ലാളിത്യത്തെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്ന ഏറ്റവും കുറഞ്ഞ ആഭരണങ്ങളാൽ അദ്ദേഹം അലങ്കരിച്ചിരിക്കുന്നു. തന്റെ 4 കൈകളിൽ അദ്ദേഹം വിവിധ പ്രതീകാത്മക വസ്തുക്കൾ പിടിച്ചിരിക്കുന്നു. സൃഷ്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു ചെറിയ ഡ്രം അല്ലെങ്കിൽ ഡമരു, നാശത്തെ പ്രതീകപ്പെടുത്തുന്ന ഒരു അഗ്നിജ്വാല, കാലചക്രത്തെയും അറിവിന്റെ തുടർച്ചയായ പ്രവാഹത്തെയും പ്രതിനിധീകരിക്കുന്ന ഒരു ജപമാല, കൂടാതെ ബോധത്തിന്റെ പരമോന്നത അവസ്ഥയെയും നിശബ്ദതയിലൂടെ ശിഷ്യന്മാർക്ക് അറിവ് പകർന്നു നൽകുന്നതിനെയും പ്രതീകപ്പെടുത്തുന്ന ചിന്മുദ്ര എന്നറിയപ്പെടുന്ന ഒരു ആംഗ്യവും. ദക്ഷിണാമൂർത്തി ഇരിക്കുന്നതായി പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്ന ആൽമരം പ്രപഞ്ചത്തെയും ജനനത്തിന്റെയും പുനർജന്മത്തിന്റെയും ചക്രത്തെയും പ്രതീകപ്പെടുത്തുന്നു. എല്ലാ അറിവും പ്രപഞ്ചത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്നു എന്ന ആശയത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു. ആത്മാർത്ഥതയുള്ള അന്വേഷകർക്ക് ഈ അറിവ് വെളിപ്പെടുത്തുക എന്നതാണ് ഗുരുവിന്റെ പങ്ക്. അവന്റെ കാലിനടിയിൽ അപസ്മാര പുരുഷനുണ്ട്. മുയലകൻ എന്നും അറിയപ്പെടുന്ന അപസ്മാര പുരുഷൻ ഹിന്ദു പുരാണങ്ങളിൽ, പ്രത്യേകിച്ച് ശൈവ പാരമ്പര്യത്തിൽ ഒരു പ്രധാന വ്യക്തിയാണ്. അപസ്മാര എന്ന പദം ഏകദേശം മറവി അല്ലെങ്കിൽ അജ്ഞത എന്ന് വിവർത്തനം ചെയ്യപ്പെടുന്നു. കൂടാതെ പുരുഷൻ എന്നത് ഒരു പുരുഷ വ്യക്തിയെയോ അസ്തിത്വത്തെയോ സൂചിപ്പിക്കുന്നു. ഒരുമിച്ച് അപസ്മാര പുരുഷൻ അജ്ഞതയോ ആത്മീയ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ഇരുട്ടിന്റെയും മായയുടെയും ശക്തികളെയോ പ്രതീകപ്പെടുത്തുന്നു. ആയുർവേദത്തിൽ അപസ്മാരവും അപസ്മാരത്തെ പ്രതിനിധീകരിക്കുന്നു. തല ഒരു കൈയിൽ ചാരി കാലുകൾ കുറുകെ വച്ചുകൊണ്ട് നിലത്ത് കിടക്കുന്ന ഒരു കുള്ളനോ രാക്ഷസനോ ആയി അപസ്മാര പുരുഷനെ പലപ്പോഴും ചിത്രീകരിക്കുന്നു. ദിവ്യമായ അറിവിന്റെയും പ്രബുദ്ധതയുടെയും മുന്നിൽ അജ്ഞതയുടെ ദുർബല സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്ന ദുർബലനും നിസ്സഹായനുമായി അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നു. ചില ചിത്രീകരണങ്ങളിൽ അജ്ഞതയ്ക്കെതിരായ ജ്ഞാനത്തിന്റെ വിജയത്തെ പ്രതീകപ്പെടുത്തുന്ന ഒരു ദേവത അപസ്മാര പുരുഷനെ കീഴടക്കുകയോ ചവിട്ടിമെതിക്കുകയോ ചെയ്യുന്നതായി കാണിക്കുന്നു. ആത്മീയ പാതയിൽ വ്യക്തികൾ നേരിടുന്ന പ്രതിബന്ധങ്ങളെയും വെല്ലുവിളികളെയും അപസ്മാര പുരുഷൻ പ്രതീകപ്പെടുത്തുന്നു. ദൈവിക സൃഷ്ടികളായ ഒരാളുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചുള്ള അജ്ഞത, ഭ്രമം, വിസ്മൃതി എന്നിവയെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നു.
ഇരുട്ട് വെളിച്ചത്തെ മറയ്ക്കുന്നതുപോലെ അപസ്മാര പുരുഷൻ ഒരാളുടെ അന്തർലീനമായ ദൈവികതയുടെ സാക്ഷാത്കാരത്തെ മറയ്ക്കുകയും ഭൗതിക ലോകത്ത് കഷ്ടപ്പാടുകളുടെയും ബന്ധനങ്ങളുടെയും ചക്രം നിലനിർത്തുകയും ചെയ്യുന്നു. പരമഗുരു എന്ന നിലയിൽ ദക്ഷിണാമൂർത്തി യാഥാർത്ഥ്യത്തിന്റെ ദ്വൈതമല്ലാത്ത സ്വഭാവത്തെ ഊന്നിപ്പറയുന്ന ഹിന്ദുമതത്തിലെ ഒരു ദാർശനിക വിദ്യാലയമായ അദ്വൈത വേദാന്തത്തിന്റെ സത്തയെ ഉൾക്കൊള്ളുന്നു. തന്റെ നിശബ്ദ സാന്നിധ്യത്തിലൂടെയും നിഗൂഢമായ പുഞ്ചിരിയിലൂടെയും ദക്ഷിണാമൂർത്തി വാക്കുകൾക്കോ വേദങ്ങൾക്കോ അതീതമായ ആഴമേറിയ സത്യങ്ങൾ ആശയവിനിമയം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ ആത്മസാക്ഷാത്കാരം എന്ന ആശയത്തെയും സാർവത്രിക ബോധത്തോടു കൂടിയ വ്യക്തിഗത ആത്മാവിന്റെ അവിഭാജ്യ ഐക്യത്തിന്റെ അംഗീകാരത്തെയും ചുറ്റിപ്പറ്റിയാണ്. ദക്ഷിണാമൂർത്തിയുടെ പഠിപ്പിക്കലുകൾ ബൗദ്ധികമായ സംവാദങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് ധ്യാനം, ആത്മപരിശോധന, ആത്മാന്വേഷണം എന്നിവയിലൂടെ നേടിയെടുക്കുന്ന നേരിട്ടുള്ള അനുഭവജ്ഞാനത്തെ ഉൾക്കൊള്ളുന്നു. അന്വേഷകരെ ആത്മീയ ഉണർവിന്റെ പാതയിലേക്ക് അദ്ദേഹം നയിക്കുന്നു, അഹങ്കാരത്തിന്റെയും ലോകത്തിന്റെ ദ്വന്ദ്വങ്ങളുടെയും പരിമിതികളെ മറികടക്കാൻ അവരെ സഹായിക്കുന്നു. അദ്ദേഹത്തിന്റെ കൃപയാൽ ശിഷ്യന്മാർ മോക്ഷം നേടുകയും കാലത്തിന്റെയും സ്ഥലത്തിന്റെയും മണ്ഡലത്തിനപ്പുറമുള്ള നിത്യവും ആനന്ദകരവുമായ ജീവികളായി അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുകയും ചെയ്യുന്നു. ദിവ്യജ്ഞാനത്തിന്റെയും പ്രബുദ്ധതയുടെയും മൂർത്തിഭാവമായി ദക്ഷിണാമൂർത്തി ഹിന്ദുമതത്തിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നു. ആത്മസാക്ഷാത്കാരത്തിന്റെയും ജനന്മരണ ചക്രത്തിൽ നിന്നുള്ള മോചനത്തിന്റെയും പാതയിൽ മാർഗനിർദ്ദേശം തേടുന്ന അന്വേഷകരും പണ്ഡിതന്മാരും അദ്ദേഹത്തെ ഒരുപോലെ ആരാധിക്കുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്റെ ഭക്തർക്ക് വ്യക്തത, ധാരണ, ആന്തരിക സമാധാനം എന്നിവയുടെ അനുഗ്രഹങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, വിശ്വാസം തോന്നുന്ന ആർക്കും ജീവിതത്തിലെ സന്തോഷത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി ഈ മന്ത്രം ദിവസം 108 തവണ ജപിക്കാവുന്നതാണ്. കൂടുതൽ പ്രയോജനകരമായ വിഷയങ്ങൾക്കും പരിഹാരങ്ങൾക്കും വേണ്ടി ഈ ചാനൽ പ്രയോജനകരം എന്ന് തോന്നുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വിഷയവും പരിഹാരവുമായി നമുക്ക് വീണ്ടും കാണാം.